ഹാപ്പി ആനിവേഴ്സറി. ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറിയാണ്. ഞാൻ ഇതിട്ടിരുന്നു. അപ്പോൾ അവരറിയാണ്ട് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാനൊരു കേക്ക് വാങ്ങിയത്. ചെറിയ കേക്കാണ്. ഇന്നലെ അറിയാം, 2 ദിവസം മുന്നേ അറിയാമായിരുന്നു, പക്ഷെ ഓർമ്മയില്ല. അപ്പം ഇപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുമില്ല. ഞാൻ പോയാൽ അവർക്ക് സംശയമുള്ളത്. അപ്പം ഞാൻ പിന്നെ ഇതെങ്ങനെ വാങ്ങിക്കുമെന്നുള്ളൊരു ഐഡിയയിൽ നോക്കുമ്പോൾ അത് ഞാൻ എൻ്റെ കസിൻ ബ്രദറുണ്ട്. അവൻ പുറത്ത് പോകുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചാൽ അവൻ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ എനിക്കൊരു കേക്ക് സംഘടിപ്പിച്ച് തരുമോയെന്ന് പറഞ്ഞിട്ട് അവനത് വാങ്ങിക്കൊണ്ട് തന്നെ. അപ്പം വീട്ടിലാരും അറിയില്ല. അപ്പോൾ ബ്രദർ കേക്ക് കൊണ്ടാന്ന്. അപ്പോൾ അച്ഛൻ്റെ പീടിയുണ്ട് മുന്നിൽ. അച്ഛൻ അവൻ വന്നത് കണ്ടിരുന്നു, പക്ഷേങ്കിൽ കേക്കാണെന്ന് അച്ഛൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് ഫ്രിഡ്ജിൽ വെച്ച്. മക്കളും കണ്ടാൽ അപ്പം തന്നെ അത് മുറിക്കണം എന്നിട്ട് ചൊറയാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് അവരൊന്ന് ഇളയാളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പീടിയ കൂട്ടി വന്നാലേ സർപ്രൈസ് കൊടുക്കാൻ പറ്റും. അപ്പോഴേക്കും അവൻ ഉറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഒളിച്ചും പൊത്ത് കളിക്കാം, ഹൈഡ് ആൻഡ് സീക്ക് കളിയില്ലേ. അപ്പം ഞാനാണ് പൊത്തിയത്, അവരൊളിച്ചതാണ്. അപ്പം ഞാനിത് അവരെ കണ്ടുപിടിക്കലാണ്. അവരെവിടെയല്ലോ അകത്ത് പോയിട്ട് ഒളിച്ചിരുന്നു. ഞാൻ എല്ലാ റൂമിലും നോക്കി, കണ്ടില്ല. അടുക്കളയിലൊക്കെ ഞാൻ പോയി നോക്കുന്നുണ്ട്. ഒളിച്ചുമ്പത്ത് കളിക്കുന്നത് കണ്ടിട്ടില്ലേ. കുട്ടികളൊപ്പം അങ്ങനെ കുറച്ച് എന്താ പറയുക, നമ്മളെ ഫ്രീ ടൈം കുട്ടികളൊപ്പം അങ്ങനെ ഒന്ന് കളിച്ചാൽ കുട്ടിക്കൊരത് നമ്മളൊരു ഇഷ്ടം കൂടുതലും ഉണ്ടാവും. കുട്ടികൾ എന്താ പറയണ്ടേ, കുറച്ച് എൻ്റർടൈൻ ആവും. അപ്പോൾ ഞാൻ എല്ലായിടയ്ക്കും പോയി നോക്കി, സ്റ്റോർ റൂമിൽ വരെ പോയി നോക്കി. അവരവിടെ ഒന്നും കണ്ടില്ല. അവരെവിടെ പോയി വിളിച്ചാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഞാൻ മാക്സിമം കണ്ടുപിടിക്കാനുള്ള ശ്രമിച്ച്. അപ്പോൾ പിന്നെയാണ് ചെറിയ ആൾക്ക് ചുമയുണ്ട്. അപ്പം മൂപ്പർ ചുമച്ചേരാന്ന് ഞാൻ കണ്ടത്. കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ 2 ആളെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ചെറിയ ആൾക്ക് ഇങ്ങനത്തെ കളിക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. അയാൾ അനങ്ങാണ്ട് ഒരു 5 മിനിറ്റ് നിൽക്കാത്തതാണ്. അപ്പം അവനിങ്ങനെ ഒരുപാട് സമയം അതിൻ്റെ ഉള്ളിൽ കിടക്കാനൊന്നും അവന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അവൻ പിന്നെ ഒന്ന് കോൾഡായിട്ട് ചുമയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ കോമഡി എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ആനിവേഴ്സറി ആയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ മക്കൾ പറഞ്ഞ് ചിക്കനും പൊറോട്ട വേണമെന്ന്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ എന്നാൽ പിന്നെ KFC വാങ്ങാം. അപ്പോൾ അങ്ങനെ AFC വാങ്ങാമെന്നുണ്ട്. അപ്പോൾ AFCൻ്റെ അയാൾക്ക് ഓർഡർ വിളിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ വരുമ്പോൾ ഞാനിവിടെ നിന്ന് പുറത്തുനിന്ന് ചോദിക്കുന്നു. കണ്ണു ഒത്തി കളിക്കലായിരുന്നു. അയാൾ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇത്രയും പോത്ത് പോലെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഞാൻ മക്കളപ്പുറം കളിക്കുന്നു. പക്ഷേ അയാൾ വന്നപ്പോൾ പിന്നെ എന്താ പറയുക, മക്കളെയൊന്നും കാണുന്നില്ല. ഞാനിവിടെ വന്നിട്ട് 1 2 3 ഇത് പൊത്തിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു നാണം എന്താ പറയുക, നാറിപ്പുഴുത്തന്ന്. സാരമില്ല, മക്കൾക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങ് വിട്ടു. അപ്പോൾ മൂത്ത മോനാണിപ്പോൾ പൊത്തുന്നത്. അപ്പോൾ നമ്മൾ ഒളിക്കാൻ പോക്കാണ്. അപ്പോൾ ഏകദേശം സ്ഥലങ്ങളിൽ അവൻ കണ്ടു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ കുളിമുറിയുടെ വാതിലിൻ്റെ സൈഡിൽ ഒളിക്കാം. അപ്പോൾ വാതിൽ തുറന്ന് വെച്ചാൽ ഒളിക്കാന്ന്. അപ്പോൾ ഞാൻ ചെറിയ മോനും കൂടെ പോയി ഒളിച്ച്. ഞാൻ പറഞ്ഞില്ല അവന് കുറച്ച് ക്ഷമ കുറവാണെന്ന്. അപ്പോൾ അവൻ അതിലൊന്നും നിന്നില്ല. അവിടെ നിന്ന് ഒച്ചപ്പാടാക്കാൻ തുടങ്ങി. എനിക്ക് നോക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒച്ച കൊണ്ട് നമ്മളെ അവിടെ നിന്നും പിടിച്ചു. അപ്പോൾ ഏകദേശം കളിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വന്നു. അപ്പോൾ ഞാൻ ചെറിയാളെ കാണിച്ചാൽ ഇപ്പം തന്നെ തിന്നേണ്ടി വരും. അപ്പോൾ അച്ഛൻ പണിയും കഴിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അച്ഛൻ വന്നു, കുളിക്കാൻ കയറി. ആ സമയം നമ്മൾ KFC നമ്മൾ എല്ലാവർക്കും എന്താ പറയണ്ടേ സെർവ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്തൊന്നും ചെറിയ ആൾക്ക് ക്ഷമയില്ല കേട്ടോ. അവന് ഈ ചിക്കൻ പൊരിച്ചൊക്കെ കാണുമ്പോൾ കൺട്രോൾ പോവും. അപ്പം നമ്മളിതൊന്ന് എന്താ പറയണ്ടേ എല്ലാവർക്കും സെർവ് ചെയ്ത് പ്ലേറ്റൊക്കെ എടുത്ത് സെർവ് ചെയ്ത് ആ സമയം എന്താ പറയണ്ടേ അക്ഷമനായി ഇരിക്കുകയാണ് ചെറിയ ആളെ വായിൽ നിന്നൊക്കെ വെള്ളം ഊറുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എടുക്കാൻ പാടില്ല, കുറച്ച് എൻ്റെ എടുക്കാൻ പാടുള്ളൂ, കേക്ക് മുറി കഴിയണമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും അകത്ത് പോയിട്ട് ഇരിക്കലാണ്. ആ സമയം നമ്മൾ സെർവൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് മുറിയിലേക്ക് കടന്നു. കേക്ക് മുറി അമ്മക്കും അച്ഛനും സർപ്രൈസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് സെറ്റാക്കി. ഇതൊന്നും അച്ഛനും അമ്മയും അറിയുന്നില്ല കേട്ടോ. അവരെ അറിയത്ത് അതായത് സെൻട്രൽ ഹാളിൽ ഇരുന്നിട്ട് സംസാരിക്കലാണ്. കാരണം തിന്നാൻ വേണ്ടി AFC കൊണ്ടുപോയിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവർ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അത് കേക്കിൻ്റെ കവറൊക്കെ കഴിച്ചു. കേക്ക് പുറത്തെടുത്തു. എന്നിട്ട് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പോയി. കഴിഞ്ഞ വർഷം കേക്ക് മുറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിക്കണം എന്നാലും വിചാരിച്ച് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇക്കൊല്ലം വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് പണിയുള്ള കാലമല്ലേ, നമ്മൾ അച്ഛനമ്മമാർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തു കൊടുത്തു. അച്ഛന് മധുരം കഴിക്കാൻ പാടില്ല, പക്ഷേങ്കിൽ കുറച്ചൊന്നും കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് കേട്ടോ ഹാപ്പി ആനിവേഴ്സറി അമ്മ അച്ഛൻ എന്നാണ് എഴുതിയത്. എന്നിട്ടിതാ എൻ്റെ മോന് പല രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിതാ മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം മുറിക്കുന്നതിലിടക്ക് മൂപ്പർക്ക് ക്ഷമയില്ല, അതിലിടക്ക് ദോരിക്ക തോണ്ടി ചെറിയാൾക്ക് തിന്നുന്ന കാര്യത്തിൽ ക്ഷമയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചു, എൻ്റെ കേക്ക് മുറിച്ചു. അപ്പോൾ അമ്മ ഒന്ന് പായസം വെച്ചിരുന്നു, പ്രഥമം വെച്ചിരുന്നു, വിഷുവിന് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിരുന്നു. അതമ്മ വൈകുന്നേരം വെച്ചിരുന്നു. പിന്നെ പണിക്കാറുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് ലേറ്റ് ആയത് കേക്ക് മുറിക്കാൻ. അപ്പോൾ ഇതാ മോനാണ്, മോൻ ഫസ്റ്റ് മുറിച്ചിട്ട് മോൻ്റെ വായിലേക്ക് വെക്കാനാണ് തിടുക്കം കൂട്ടിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ അച്ചാച്ചൻ അത് ചെയ്ത് കൊടുത്തു. പക്ഷെ അവനോട് ഞാൻ പറഞ്ഞു അമ്മമ്മേൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, എൻ്റെ അതുപോലെ ചെയ്തു. പാവം അവന് തിന്നാനായിരുന്നു ഇഷ്ടം, പക്ഷേ അവനത് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ കണ്ടോ അങ്ങനെ എല്ലാവരും നമ്മൾ പരസ്പരം അപ്പുറം ഇപ്പുറം കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. KFC വാങ്ങിയതുണ്ടായിരുന്നു, അതും കഴിച്ചു. നമ്മൾ ആഘോഷം പായസവും കുടിച്ചു. നമ്മൾ ഒരു ചെറിയൊരാഘോഷം ചെറുങ്ങനൊന്ന് കഴിച്ചു. അപ്പോൾ ചെറിയൊരു സന്തോഷം നിങ്ങൾക്ക് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.